ചാമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് UP സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റി വോയിസിന്റെ 151 പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 5ാം തരത്തിലെ ആയുഷ് രതീഷ്. നമ്മുടെ സ്കൂളിന്റെ പ്രതിവാര വാർത്താ പരിപാടിയായ കൂവാറ്റി വോയിസിന്റെ 150ാം പതിപ്പിന്റെ പ്രകാശനവും നാടൻ പാട്ടരങ്ങും 16/11/2024 ശനിയാഴ്ച നടന്നു. പ്രകാശന വിശേഷങ്ങളുമായി 5ാം തരത്തിലെ നിമൽ കൃഷ്ണ. നമസ്കാരം, ഞാൻ 5ാം തരത്തിലെ നിമൽ കൃഷ്ണ. കിനാനൂർ കരിക്കളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എലിജമ്മ ബെന്നിയാണ് പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ചിറ്റാരിക്കാൽ BPC VV സുബ്രഹ്മണ്യനാണ് പതിപ്പിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. PTA പ്രസിഡന്റ് P പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് MV കമലാക്ഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV അജിത് കുമാർ ഉപഹാരങ്ങൾ നൽകി. PEC സെക്രട്ടറി P രവി, മുൻ പ്രധാന അധ്യാപകരായ ജോയ്സ് ജോസഫ്, നാൻസി സെബാസ്റ്റ്യൻ, മുൻ PTA വൈസ് പ്രസിഡന്റുമാരായ C രാജൻ, പ്രസീത മോഹൻ, PTA വൈസ് പ്രസിഡന്റ് K രാധിക, മദർ PTA വൈസ് ഷാമിനി ബിബിൻ, മദർ PTA വൈസ് പ്രസിഡന്റ് സജിന VV, ആദ്യ വാർത്ത അവതാരക ശിവാനി, മനോജ് കുമാർ, വിദ്യാർത്ഥി പ്രതിനിധി അൻവിത ബിബിൻ എന്നിവർ ആശംസ അർപ്പിച്ചു സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ T സുരേഷൻ സ്വാഗതവും SRG കൺവീനർ K ഗീത നന്ദിയും പറഞ്ഞു. സ്വാഗത ഗാനത്തിന്റെ നൃത്താവിഷ്കാരത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് പ്രമുഖ നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകരയുടെ നേതൃത്വത്തിൽ നാടൻപാട്ടരങ്ങ് നടന്നു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ നടന്ന നാടൻപാട്ടരങ്ങ് അതീവ ഹൃദ്യമായ അനുഭവമായി. മറ്റു വാർത്തകളുമായി വീണ്ടും ആയുഷ് രതീഷ്. ഈ ആഴ്ചയിലെ സ്കൂൾ അസംബ്ലി സംഘടിപ്പിച്ചത് 2ാം തരത്തിലെ കുട്ടികളായിരുന്നു. അൻവിത് ബിബിൻ നേതൃത്വം നൽകിയ അസംബ്ലിയിൽ പ്രഭിജിത്ത് പ്രമോദ് ഒരു ദിവസത്തെ ഡയറിയും ആരാധ്യ ആരുഷ് KV എന്നിവർ പത്രവാർത്തയും അമേഗസ് മുസാഫിർ
എന്നിവർ കടങ്കഥയും അവതരിപ്പിച്ചു. ഹെഡ് മാസ്റ്റർ ടി സുരേശൻ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചും അർദ്ധവാർഷിക പരീക്ഷയെക്കുറിച്ചും സംസാരിച്ചു. മാലിന്യമുക്ത കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി 15/11/2024 വെള്ളിയാഴ്ച കോയിത്തട്ടയിൽ നടന്ന പരിപാടിയിൽ 10 കുട്ടികളും അധ്യാപികയായി ജി മറിയാമ്മയും പങ്കെടുത്തു. അനാമിക മധു സ്കൂളിന്റെ ഹരിത സഭ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജൈവ മാലിന്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നിലവിൽ ഒരു പ്ലാസ്റ്റിക് ബിൻ ഉണ്ട്. അതിൽ ജൈവ മാലിന്യങ്ങൾ ഇട്ട ശേഷം ചകിരിച്ചോറ് ഇടുന്നു. ഈ വളം ഞങ്ങൾ സ്കൂളിലെ വാഴ, തെങ്ങ്, പച്ചക്കറികൾ, പൂച്ചെടികൾ എന്നിവയ്ക്ക് വളമായി നൽകുന്നു. സ്കൂളിലെ ക്ലാസ് മുറികൾ വൃത്തിയാക്കുമ്പോൾ ഉണ്ടാകുന്ന പേപ്പർ, തുണ്ടുകടലാസ്, സ്കൂൾ പരിസരത്തുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുടങ്ങിയവ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുന്നു. സ്കൂൾ പരിസരത്ത് മാലിന്യങ്ങൾ ഒന്നും തന്നെ കത്തിക്കാറില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവിയിൽ നിന്ന് സ്കൂളിനുള്ള സർട്ടിഫിക്കറ്റ് കുട്ടികൾ ഏറ്റുവാങ്ങി. പുതിയ ICT പാഠപുസ്തക വിനിമയം നടത്തുന്നതിന്റെ ഭാഗമായി LP ക്ലാസുകളിലെ അധ്യാപകർക്ക് വേണ്ടി തോമാപുരം സ്കൂളിൽ നടക്കുന്ന പരിശീലനത്തിൽ ശാന്തിനി, KV ജിൻഷ, P പ്രസീത എന്നീ അധ്യാപകർ പങ്കെടുത്തു. ഈ ആഴ്ച പിറന്നാൾ ആഘോഷിച്ച 4ാം ക്ലാസ്സിലെ ഋഷികേശ് രാജ് KV ഉച്ചഭക്ഷണത്തിനായി സാമ്പാറും പച്ചടിയും നൽകി. ഋഷികേശിന് QIT വോയിസിന്റെ പ്രത്യേക നന്ദിയും ആശംസകളും അറിയിക്കുന്നു. ഈ ആഴ്ച പിറന്നാൾ ആഘോഷിച്ച 5ാം തരത്തിലെ വിനായകനും QIT വോയിസിന്റെ പിറന്നാൾ ആശംസകൾ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.